ആനയുടെ വന്നിട്ടുണ്ടോ? നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. 2015-ലും 20-ലും ചെറിയ മാർജിനിലാണ് ഭരണകക്ഷികൾ അധികാരത്തിൽ വന്നത്. അതിൻ്റെതായ പ്രതിസന്ധികൾ ആ ഭരണസമിതികൾ നേരിട്ടിട്ടുണ്ട്. 2015 മുതൽ 20 വരെ 4 ചെയർമാൻമാർ വിവിധ ഘട്ടങ്ങളിൽ UDF-ലെ ഗ്രൂപ്പ് വൈരത്തിന്റെ ഭാഗമായി മാറുന്ന സ്ഥിതിയുണ്ടായി. 2020-25 ഭരണസമിതിയിൽ കുതിരക്കച്ചവടത്തിലൂടെ കലാരാജുവിനെ വിലക്കെടുത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയ സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങൾക്ക് മുമ്പിൽ അഭ്യർത്ഥിക്കുന്നത് ഇടതുപക്ഷത്തെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ്. 2015 മുതൽ 20 വരെയുള്ള ഭരണകാലത്തെയും 20 മുതൽ 25 വരെയുള്ള ഭരണകാലത്തെയും കൂത്താട്ടുകുളത്തെ ജനങ്ങൾ വിലയിരുത്തണം. അതങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ സർവ്വതോന്മുഖമായ വികസനത്തിൽ നേതൃത്വം കൊടുത്തത് 2020 മുതൽ 25 വരെയുള്ള LDF ഭരണസമിതിയാണ്. ആ ഭരണസമിതി വിവിധ രംഗങ്ങളിൽ വലിയ നേട്ടം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ സൃഷ്ടിച്ചു. എറണാകുളം ജില്ലയിൽ ഏറ്റവും ആദ്യം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള ആ നേട്ടങ്ങളെ നിലനിർത്താൻ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂത്താട്ടുകുളത്ത് അധികാരത്തിൽ വരേണ്ടതുണ്ട്. ആ ബോധ്യം കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്കുണ്ട്. നിശ്ചയമായും ഡിസംബർ 9 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ കൂത്താട്ടുകുളത്ത് അധികാരം